രാമ നാരായൺ രാമ. ഇന്നത്തെ പ്രത്യേക എപ്പിസോഡിൽ ഞങ്ങൾ ജാതി ധർമ്മം എന്ന വിഷയത്തിൽ സംസാരിക്കും. പ്രകൃതിയെന്ന് പറയുന്നത് നമ്മെ എല്ലാവരെയും സമാനമായ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുത്തനുമില്ലാതെ വെറുത്ത രീതിയിൽ അല്ല. എന്നാൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന വ്യാജാത്മിക ഗുരുക്കൾ ചില മനുഷ്യരെ വ്യത്യസ്തമായ ജാതികളിലും ധർമ്മങ്ങളിലും പൂട്ടി. ഇതിൻ്റെ ഫലമായി എല്ലാവരുടെയും മനസ്സിൽ മറ്റുള്ളവരോടുള്ള വിഭജനവും വിധേയത്വവും ഉളവായി. ആളുകൾ ജാതി ധർമ്മം അനുസരിച്ച് എല്ലാം ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ട് മറക്കുന്നു എന്നാൽ നമ്മൾ എല്ലാവരും ഒരേ ഭൂമിയിലെ ജീവികൾ ആണെന്നും എല്ലാം ഒരേ ഭൂമിയിൽ ജീവിക്കുകയാണെന്നും. എന്നാൽ അറിയില്ല എങ്ങനെ സമൂഹം ജാതിയാഘാതം ധർമ്മത്തിൻ്റെ പേരിൽ ഭൂമിയെ വക്രികളാക്കി. ഇത് എങ്ങനെ തുടരുന്നുവെങ്കിൽ മുഴുവൻ ലോകം പരസ്പരം ശത്രുക്കളാകുകയും ചെയ്യും. എന്നാൽ നമ്മൾ ശത്രുതയില്ല, പ്രണയം സന്ദേശം നൽകുന്നവരായിരിക്കണം. മനസ്സുകളിൽ വെറുപ്പില്ല, പ്രണയം വിതക്കുന്നവരാകണം. ഇന്നത്തെ ആധുനിക ഇന്ത്യയിൽ ഇപ്പോഴും ധർമ്മവും ജാതിയും അതിശയകമായ വിഷയമാണ്. അത് ആളുകളുടെ മനസ്സിൽ ഉറച്ച പിടി പുലർത്തുന്നു, വളരെ വലിയ പിടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ ജനസംഖ്യ അതിൽ കുടുങ്ങി നിൽക്കുന്നു. എല്ലാവരെയും പ്രവൃത്തി അടിസ്ഥാനത്തിൽ, പ്രകൃതി അടിസ്ഥാനത്തിൽ വച്ചാൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നടപടികളും തുടർന്നാൽ പ്രധാനമായും ഓരോ വിഭാഗത്തിനും ഓരോ മേഖലക്കുമായി അധികവും കൂടുതൽ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കപ്പെടും. ഭാരതത്തിലെ ജാതി ധർമ്മ വിഷയങ്ങൾ വളരെ പ്രാചീനമാണ്. അത് സമൂഹത്തെ തിരിച്ചുവിട്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ വിഭജിക്കുവാനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നു. ജാതി വ്യവസ്ഥയും ധർമ്മത്തിൻ്റെ പേരിൽ ഉള്ള വിവേചനവും മനുഷ്യാധികാരത്തോടെതിരായവയാണ്. എന്നാൽ അത് സാമൂഹിക പുരോഗതിയിലും തടസ്സം സൃഷ്ടിക്കുന്നു. ജാതി ഒരു സാമൂഹിക ഘടന ആയിരിക്കും അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ പ്രവൃത്തികളുടെ വിഭജനം നടത്താൻ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ അത് ഒരു സ്ഥിരമായ തിരിച്ചറിയലായി മാറുകയും വിവേചനത്തിൻ്റെ കാരണമാകുകയും ചെയ്തു. ജാതി അടിസ്ഥാനത്തിൽ ഉയർന്ന താഴത്തെ വ്യത്യാസം സമൂഹത്തെ കടിഞ്ഞുകളാക്കി. അതിനാൽ നിരവധി വർഗങ്ങൾക്കും ആവശ്യകവുമായവർക്ക് വിദ്യാഭ്യാസം, ജോലി, സാധാരണ അവസരങ്ങളിൽ നിന്ന് പ്രയോജനമില്ല. ഇന്നും ജാതിയുടെ പേരിൽ നടക്കുന്ന കുറ്റങ്ങൾ, വിവേചനങ്ങളും സാമൂഹിക അസമാനതയും നമ്മുടെ സമൂഹത്തിൻ്റെ കടുത്ത സത്യം ആണ്. അത് നമ്മുടെ ചിന്തകളും വികസനവുമെല്ലാം പരിമിതപ്പെടുത്തുന്നു. Here is the translation of the provided text into മലയാളം. ധർമ്മം പ്രാരംഭത്തിൽ ഒരു വ്യക്തിയുടെ ആത്മികവും മൂല്യപരമായ വളർച്ചയ്ക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരുന്നുവെങ്കിലും കാലം കൂടിയപ്പോൾ അത് വിഭജനം, സംഘർഷം എന്നിവയുടെ വഴി ആകുകയായിരുന്നു. ഇന്ന് ധർമ്മത്തിൻ്റെ ഉപയോഗം രാഷ്ട്രീയത്തിൽ വോട്ട് ചടങ്ങിൻ്റെ ഭാഗമായി ചെയ്യപ്പെടുന്നു. ഇത് മതപരമായ കട്ടയവസ്ഥയും സഹിഷ്ണുതയ്ക്കും പ്രോത്സാഹനം നൽകുന്നു. ജാതിയും ധർമ്മവും തമ്മിലുള്ള വിവേചനങ്ങൾ അഴിച്ചുകളയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതം പ്രകൃതിയോട് ബന്ധിപ്പിച്ച് സമയബന്ധിതമായി രാമ നാരായൺ രാമ എന്ന പാടി പ്രചരിപ്പിക്കുക. ജാതിയും ധർമ്മവും ഒരിക്കലും സാമൂഹികവും ആത്മികവുമായ പുരോഗതിക്ക് വഴിയില്ല. ഇവ ശുദ്ധമായ ഹൃദയങ്ങളിൽ വെറുപ്പും ദേഷ്യവും മാത്രമാണ് ഉണ്ടാക്കുന്നത്. ജാതിയും ധർമ്മവും ഇന്ന് സാമൂഹിക അസമത്വവും സംഘർഷവും സൃഷ്ടിക്കുന്ന ഘടകങ്ങളായിത്തീരുന്നു. ഇപ്പോൾ സമയമായിരിക്കുക നാം ഈ എല്ലാ വിവേചനങ്ങൾ ഇല്ലാതാക്കി സമത്വം, മതനിരപേക്ഷതയും പുരോഗതിയും നിറഞ്ഞ ഒരു സമൂഹം സൃഷ്ടിക്കേണ്ടതാണ്. ഇത് സാധ്യമാകുന്നത് നാം നമ്മുടെ മാനസികവും ബുദ്ധിമുട്ടുമായ കൽപ്പനകളെ പിന്തുടർന്ന് പ്രകൃതിയുമായി ബന്ധപ്പെടുകയും രാമ നാരായൺ രാമ എന്ന മന്ത്രത്തിൻ്റെ ജപം സ്ഥിരമായി ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. പ്രകൃതിയെയാണ് ഏറ്റവും വലിയ ധർമ്മം. അതിനാൽ ഓരോ വ്യക്തിക്കും അത് മനസ്സിലാക്കേണ്ടതുണ്ട്.
ഒരു വ്യക്തി നാരായൺ രാമ എങ്ങനെ ചേർന്നാൽ അവൻ്റെ ജീവിതത്തിന് പുതിയ ഒരു ദർശനം ലഭിക്കും. അതെ, പുതിയ ദർശനം നമുക്ക് പുതിയ ഊർജം നൽകും. അത് ജീവിതത്തിനെ വിജയകരമാക്കും. നാരായൺ രാമ എന്നത് മനുഷ്യർക്കു എല്ലായ്പ്പോഴും ഒരേ സംരക്ഷണമായ ആശയം പ്രദാനം ചെയ്യുന്നു. സ്ഥിരമായി നമ്മുടെ ചിന്തയെ അനുയോജ്യമായ ദിശയിലേക്ക് വഴിമാറുകയും ശരിയായ കാര്യങ്ങൾ ചെയ്യുകയും എത്രയും പരിമിതമായിട്ടുള്ള എത്രയും ആളുകളുടെ നേട്ടത്തിന് പരിശ്രമിക്കുകയും ചെയ്യുക. നാരായൺ രാമ വഴി സമൂഹത്തിലെ വിരോധിത ഊർജം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി സമൂഹത്തിൽ അന്ധകാരമില്ലാതാകും, കൂടാതെ അറിവിൻ്റെ വെളിച്ചം വ്യാപിക്കും. നാരായൺ രാമന്റെ കൂടെ ചേരുന്നത് ആളുകളുടെ ജീവിതത്തെ വിജയകരമാക്കുകയും അവർ സ്ഥിരമായി വിജയം തേടി മുന്നോട്ടു പോവുകയാണ്.